ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ സെക്കൻഡ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു അല്ലേ? സോ നെക്സ്റ്റ് ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാം. മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്. ആദ്യം നമുക്ക് സർ റോബർട്ട് തോമസ് മാൽത്തൂസിനെ ഒന്ന് പരിചയപ്പെടാം അല്ലേ? 1766 അദ്ദേഹം ജനിച്ചത്. കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് വിദ്യാഭ്യാസം, ക്രിസ്ത്യൻ പുരോഹിതനാകാനുള്ള പരിശീലനം നേടി. ചരിത്രം, രാഷ്ട്രമീമാംസ അധ്യാപകനുമാണ്. നോക്കോളൂ, ജനസംഖ്യാശാസ്ത്രത്തിലെ സിദ്ധാന്തങ്ങളും സങ്കല്പങ്ങളും, ജനസംഖ്യാ വളർച്ചയെക്കുറിച്ചുള്ള മാൽത്തൂസിയൻ സിദ്ധാന്തം. അദ്ദേഹം പറയുന്നത്, he argued that human populations tend to grow at a much faster rate than the rate at which the means of human subsistence, especially food but also clothing and other agriculture-based products, can grow. Therefore, humanity is condemned to live in poverty forever. അദ്ദേഹം പറയുന്നത് എന്താണ്? ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം തുടങ്ങി മാനുഷിക ജീവനോപാധികളുടെ വളർച്ചാ നിരക്കിനെ അധികരിക്കുന്നതാണ് ജനസംഖ്യാ വളർച്ചാ നിരക്ക് എന്ന സിദ്ധാന്തം എന്നാണ് അല്ലേ? അപ്പോൾ ജനങ്ങൾ അതുകൊണ്ട് ദരിദ്രരായി ജീവിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ഒന്നാമത്തെ പോയിന്റിൽ അദ്ദേഹം പറയുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. While population rise in geometric progression, that is like 2, 4, 8, 16, 32, etc., agriculture production can only grow in arithmetic progression, that is like 2, 4, 6, 8, 10, etc. ഇതിൽ പറയുന്നത് എന്താണ്? പോപ്പുലേഷൻ വളരുന്നത് ജോമെട്രിക് പ്രോഗ്രഷനിലാണ് അല്ലേ? 2, 4, 8, 16, 32. ദെൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അരിത്മെറ്റിക് പ്രോഗ്രഷനിലാണ്. അതായത് പോപ്പുലേഷൻ വളരുന്നതിന് അനുസൃതമായിട്ട് എന്ത് വളരുന്നില്ല? അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇല്ല എന്ന് തന്നെ പറയാം. ദെൻ ദ ഓൺലി വേ ടു ഇൻക്രീസ് പ്രോസ്പെരിറ്റി ഈസ് ബൈ കൺട്രോളിംഗ് ദ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. He identified two ways of controlling population growth: positive check and preventive check. Positive check: natural disasters caused many people die and the population is naturally controlled. If one does not take care of themselves, natural will take care of them. Example, earthquake. Preventive check means late marriage, etc. അപ്പോൾ ഇവിടെ പറയുന്നത് പ്രധാനമായിട്ടും അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ വളരുന്ന, അതായത് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ആദ്യം പോപ്പുലേഷനെ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം അല്ലേ? അപ്പോൾ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അദ്ദേഹം പറയുന്നത് രണ്ട് മാർഗങ്ങളാണ്: പോസിറ്റീവ് ചെക്ക് ആൻഡ് പ്രിവെൻറ്റീവ് ചെക്ക് അല്ലേ? പോസിറ്റീവ് ചെക്ക് മീൻസ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് കോസ്ഡ് മെനി പീപ്പിൾ ഡൈ ആൻഡ് പോപ്പുലേഷൻ ഈസ് നാച്ചുറലി കൺട്രോൾ അല്ലേ? അതായത് നമ്മൾ സുനാമി പോലുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവുമ്പോൾ താരതമ്യേന പോസിറ്റീവ് ചെക്കിലൂടെ എന്ത് സംഭവിക്കുന്നു? ജനസംഖ്യ കുറയുന്നു. സോ മാൽത്തൂസിയൻ പോപ്പുലേഷൻ തിയറിയിൽ മാൽത്തൂസ് അഭിപ്രായപ്പെടുന്നത് സമ്പൽ സമൃദ്ധിക്കുള്ള ഒരേ ഒരു വഴി ജനസംഖ്യാ നിയന്ത്രണമാണ് അല്ലേ? അതിൽ പോസിറ്റീവ് ചെക്കാണ് പറഞ്ഞത്. പോസിറ്റീവ് ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി ഉപയോഗിക്കുന്ന ജനസംഖ്യാ നിയന്ത്രണ മാർഗങ്ങളാണ് അല്ലേ? ഇനി പ്രിവെൻറ്റീവ് ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യർ ചെയ്യുന്ന, അല്ലെങ്കിൽ മനുഷ്യർക്ക് ജനസംഖ്യ നിയന്ത്രിക്കാൻ കഴിയുന്ന മാർഗങ്ങളാണ്. അത് പ്രധാനമായിട്ടും വിവാഹം നീട്ടിവെക്കുക, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക തുടങ്ങിയ മാർഗങ്ങളിൽ കൂടി ജനസംഖ്യയെ നിയന്ത്രിക്കാം അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും ആണ് ഏതിൽ പറയുന്നത്? മാൽത്തൂസിൻ്റെ പോപ്പുലേഷൻ തിയറിയിൽ പറയുന്നത്. ഈ തിയറിയെയാണ്, അല്ലെങ്കിൽ ഈ സിദ്ധാന്തത്തെയാണ് മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ മാൽത്തൂസിൻ്റെ പോപ്പുലേഷൻ തിയറി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് ക്രിറ്റിസിസമാണ്. Criticism of Malthusian theory. Malthus' theory was challenged by theorists who claimed that economic growth could outstrip population growth. അല്ലേ? അതായത് സാമ്പത്തിക സമൃദ്ധി കൊണ്ട് ജനസംഖ്യാ വളർച്ചയെ പരാജയപ്പെടുത്താം എന്ന് തെളിയിച്ച പിന്നീട് വന്ന സാമ്പത്തിക വിദഗ്ധർ ഈ സിദ്ധാന്തം തെറ്റാണെന്ന് തെളിയിച്ചു എന്നുള്ളതാണ്.
അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദ മോസ്റ്റ് ഇഫക്റ്റീവ് റെഫ്യൂട്ടേഷൻ ഓഫ് ദിസ് തിയറി വാസ് പ്രൊവൈഡഡ് ബൈ ദ ഹിസ്റ്റോറിക്കൽ എക്സ്പീരിയൻസ് ഓഫ് യൂറോപ്യൻ കൺട്രീസ്. അതായത് യൂറോപ്പിലെ ചില സംഭവങ്ങളാണ് ഈ സിദ്ധാന്തം തെറ്റാണെന്ന് തെളിയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇനി the pattern of population growth began to change in the later half of 19th century and by the end of the first quarter of the 20th century these changes were quite dramatic. അല്ലേ, അതായത് 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് പ്രധാനമായിട്ടും പോപ്പുലേഷനിൽ ചേഞ്ച് വന്നത്. എന്നാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ അതിലുണ്ടായിട്ടുള്ള പല സംഭവ വികാസങ്ങളും അല്ലെങ്കിൽ ഈ പോപ്പുലേഷനിൽ ഉണ്ടായിട്ടുള്ള പല സംഭവ വികാസങ്ങളും ക്വൈറ്റ് ഡ്രമാറ്റിക് ആണെന്ന് തന്നെ പറയാം. അതായത് പ്രധാനമായിട്ടും ഉദാഹരണമായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് ബർത്ത് റേറ്റ്സ് ഹാഡ് ഡിക്ലൈൻഡ് ആൻഡ് ഔട്ട് ബ്രേക്സ് ഓഫ് എപ്പിഡമിക് ഡിസീസസ് വെർ ബീയിങ് കൺട്രോൾഡ് എന്നാണ്. അല്ലേ, അതായത് ബർത്ത് റേറ്റ് അല്ലേ, ജനസംഖ്യാ വർധനവിൻ്റെ നിരക്ക് കുറച്ച് കൊണ്ടുവരാനും അതുപോലെ എപ്പിഡമിക് ഡിസീസസ് ഒക്കെ കുറച്ച് കൺട്രോൾ ചെയ്യാനും സാധിച്ചു എന്നുള്ളതാണ്. Then Malthus' predictions were proved false because both food production and standard of living continued to rise despite the rapid growth of population. അതായത് ജനസംഖ്യാ വർധനവ് തുടർന്നുവെങ്കിലും ജീവിത നിലവാരവും ഭക്ഷ്യോൽപാദനവും തുടർച്ചയായിട്ട് ഉയർന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അതായത് സമൂഹത്തിന് ഡെവലപ്മെൻറ്റ്സ് സംഭവിക്കുമ്പോൾ പ്രധാനമായിട്ടും എന്തുണ്ടാവും, ടെക്നോളജി ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവും, പിന്നെ അതിലൂടെ പുതിയ രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടാവും. അല്ലേ, അതിൻ്റെ ഫലമായിട്ട് പല രീതിയിലുള്ള നിയന്ത്രണ മാർഗങ്ങൾ കൊണ്ടുവരികയും അതിലൂടെ ഭക്ഷ്യോൽപാദനവും ജീവിത നിലവാരവും ഉയരുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അല്ലേ, ദെൻ മാൽത്തൂസ് വാസ് ആൾസോ ക്രിട്ടിസൈസ്ഡ് ബൈ ലിബറൽ ആൻഡ് മാർക്സിസ്റ്റ് സ്കോളേഴ്സ് ഫോർ അസേർട്ടിംഗ് ദാറ്റ് പോവർട്ടി വാസ് കോസ്ഡ് ബൈ പോപ്പുലേഷൻ ഗ്രോത്ത്. അല്ലേ, മാൽത്തൂസിൻ്റെ തിയറിയിൽ പറയുന്നത് പ്രധാനമായിട്ടും പോവർട്ടി ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം പോപ്പുലേഷൻ ഗ്രോത്ത് ആണ് എന്നാണ്. അല്ലേ, അപ്പോൾ അതിനെതിരെ വളരെ കർശനമായിട്ട് തന്നെ വിമർശിക്കുകയാണ് ആര്, ലിബറൽ ആൻഡ് മാർക്സിസ്റ്റ് സ്കോളേഴ്സ്. Then the critics argued that problems like poverty and starvation were caused by an unequal distribution of economic resources rather than by population growth. അല്ലേ, അതായത് അതിനെ വിമർശിക്കുന്നവർ പിന്നെയും രൂക്ഷമായിട്ട് തന്നെ പറയുന്നുണ്ട് പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും കാരണം സാമ്പത്തിക വിഭവങ്ങളുടെ അസന്തുലിതമായിട്ടുള്ള വിതരണമാണ്. അതായത് പോപ്പുലേഷൻ വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ എന്തും വർദ്ധിക്കണം, എക്കണോമിക് റിസോഴ്സസ് വർദ്ധിക്കണം. അല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വർദ്ധിക്കണം. പക്ഷേ അത് നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണ് നടക്കുന്നത്, അൺഈക്വൽ ആയിട്ടാണ് നടക്കുന്നത്. അല്ലേ, അപ്പോൾ അതും എന്തിന് കാരണം തന്നെയാണ്, ഈ പോവർട്ടിക്ക് കാരണമാണ്. അല്ലേ, പിന്നെ അതേപോലെ തന്നെ an unjust social system allowed a wealthy and privileged minority to live in luxury while the vast majority of the people were forced to live in poverty. അല്ലേ, അപ്പോൾ ഇങ്ങനെയുള്ള ഈ സോഷ്യൽ സിസ്റ്റമാണ് നമ്മുടെ സമൂഹത്തിൽ ഉള്ളതെങ്കിൽ, അതായത് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്കണോമിക് റിസോഴ്സസ് റാദർ ദാൻ ബൈ പോപ്പുലേഷൻ, അങ്ങനെയുള്ള ഒരു എക്കണോമിക് സിസ്റ്റമാണ് നമ്മുടെ രാജ്യത്ത് ഉള്ളതെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഉള്ളതെങ്കിൽ അത് എന്തിന് കാരണമാക്കുന്നു, അതായത് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥ എങ്ങനെയുള്ളതാക്കും, ധനികനെ കൂടുതൽ ധനികനും ദരിദ്രനെ കൂടുതൽ ദരിദ്രനും ആക്കുന്നു എന്നുള്ളതാണ്. അല്ലേ, അതായത് മൈനോറിറ്റി, അതായത് പ്രിവിലേജ്ഡ് മൈനോറിറ്റി ടു ലിവ് ഇൻ ലക്ഷറി വൈൽ ദ വാസ്റ്റ് മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ വർ ഫോഴ്സ്ഡ് ടു ലിവ് ഇൻ പോവർട്ടി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.